നമ്മളിന്ന് പറയാൻ പോകുന്നത് നഗീബ് മഹ്ഫൂസ് ഇല്ലെങ്കിൽ നജീബ് മഹ്ഫൂസ് എഴുതിയിട്ടുള്ള ഹാഫ് എ ഡേ എന്നുള്ള ഒരു വർക്കാണ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിലൊരു കുട്ടിയാണ് നറേറ്ററായിട്ട് വരുന്നത്. ആ നറേറ്റർ കഥ അവസാനിക്കുമ്പോഴത്തേക്കും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടൈം നമ്മളിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തീമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിൻ്റെ സ്റ്റോറി വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. I proceeded alongside my father, clutching his right hand, running to keep up with the long strides he was walking. All my clothes were new, the black shoes, the green school uniform, and the red tarbush. My delight in my new clothes, however, was not altogether unmad. For this was no feast day, but the day on which I was cast into the school for the first time. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നൊരു സീനാണ്. അച്ഛൻ കുറച്ച് വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. അതാണ് സ്ട്രൈഡ്. അദ്ദേഹത്തിൻ്റെ വലിയ കാൽപ്പാടുകൾക്കൊപ്പം ഇവൻ അവരുടെ കൂടെ തന്നെ നടക്കുകയാണ്. അവൻ്റെ യൂണിഫോം ഇല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ പുതിയതാണ്. ഓൾ ദ ക്ലോത്ത്സ് വെയർ ന്യൂ. ബ്ലാക്ക് ഷൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ റെഡ് തർബൂഷ് എന്ന് പറയുന്നത് അതൊരു തരം ക്യാപ്പാണ്, തൊപ്പിയാണ്. അതൊക്കെ വെച്ചാണ് അവൻ സ്കൂളിൽ പോകുന്നത്. പക്ഷേ ഇവന് ഒരിക്കലും ആ ഒരു പുതിയ ഡ്രസ്സ് ഇട്ടതിൽ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം അതെന്താണ് ആ സിറ്റുവേഷനായിട്ട് ചേരുന്നൊന്നുമല്ല. കാരണം പൊതുവേ ഈ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തെങ്കിലും ഫീസ്റ്റ്, വിരുന്ന് ഇല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ധരിക്കുന്നത്. പക്ഷേ അവൻ ഇന്ന് പോകുന്നത് സ്കൂളിലേക്കാണ്. അപ്പോൾ എനിക്ക് ഫീസ് ഡേ അല്ല, പകരം സ്കൂളിൽ പോകേണ്ട ദിവസമാണ്, എൻ്റെ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് ആ പുതിയ ഡ്രസ്സിലൊന്നും സന്തോഷമില്ല എന്നാണ് അവൻ പറയുന്നത്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അവർ പ്രോഗ്രസ് ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം ആസ് ദോ അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. We walked along the street lined with gardens on both sides were extensive fields planted with crops, prickly pears, henna trees and few date palms. Why school? I challenged my father openly. I shall never do anything to annoy you. അവനിപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പോകാൻ തുടങ്ങാണ്. അപ്പോൾ അവൻ്റെ അമ്മ പോലും അവൻ എന്ത് ചെയ്യുന്നില്ല, എപ്പോഴും സപ്പോർട്ടറായിട്ട് നിന്നിട്ടുള്ള അവൻ്റെ അമ്മ പോലും അവൻ എന്ത് ചെയ്യുന്നില്ല, മോനെ നീ പോണ്ടായില്ലെങ്കിൽ അച്ഛനോട് അത് ആവശ്യപ്പെടുക പോലും ചെയ്യുന്നില്ല. അമ്മ ഒരിക്കലും അവന് ഹെൽപ്പിന് എപ്പോഴും ഉണ്ടാകുന്ന അമ്മ പോലും ആ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തില്ല. അവർ നടന്നു പോയത് ഒരു സ്ട്രീറ്റിലൂടെയാണ്, ഒരു തെരുവിലൂടെയാണ്. അവിടെയാണെങ്കിൽ രണ്ട് സൈഡിലും ഗാർഡൻസ് ആണ്, വലിയ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. ക്രോപ്സ്, നിറയെ വിളവൊക്കെ ഉള്ള തോട്ടം. അവിടെ പ്രിക്ലി പിയേഴ്സ് കളിമുൾ ചെടിയിൽ ഉണ്ടാകുന്ന തരം പഴങ്ങളുണ്ട്. അതുപോലെ ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടികൾ അവൻ കാണുന്നുണ്ട്. ഡേറ്റ് പാംസ് കാണുന്നുണ്ട്, അതായത് ഈന്തപ്പനകളും അവൻ കാണുന്നുണ്ട്. ഇത് ഈജിപ്തിലെ കെയ്റോ എന്നുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണുന്നത്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് അവൻ്റെ ചുറ്റുമുള്ളത്. വൈ സ്കൂൾ? എന്തിനാ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്? അവനിങ്ങനെ അച്ഛനോട് വളരെ ചാലഞ്ചിങ് ആയിട്ട് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ വാശിയോടുകൂടി ചോദിച്ചു. ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ, അനോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിനി ഒന്നും ചെയ്യില്ല. എന്തിനാണ് പിന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതെന്ന് അവൻ ഫാദറിനോട് തർക്കിച്ചു. I'm not punishing you, he said, laughing. School is not a punishment. It's the factory that makes useful men out of the boys. Don't you want to be like your father and brothers? അപ്പോൾ ഇവനോട് ഫാദർ പറയാണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യാൻ, നീ തെറ്റ് ചെയ്തതിന് ഞാൻ നിന്നെ പണിഷ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കാനായിട്ടല്ല ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻറ്റിൻ്റെ സ്ഥലമല്ല, ഒരു ശിക്ഷ കൊടുക്കുന്ന സ്ഥലമല്ല. ഇതൊരെന്താണ്, ഫാക്ടറിയാണ്. എന്ത് നിർമ്മിക്കുന്ന, മേക്സ് യൂസ്ഫുൾ മാൻ ഔട്ട് ഓഫ് ബോയ്സ്. ചെറു ബോയ്സിൽ നിന്നും, ആൺകുട്ടികളിൽ നിന്നും നല്ല യൂസ്ഫുൾ ആയിട്ട് സമൂഹത്തിന് ഗുണമുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയാണത് എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോണ്ട് യു വോണ്ട് ടു ബി ലൈക്ക് യുവർ ഫാദർ ആൻഡ് ബ്രദേഴ്സ്? നിനക്ക് ഞങ്ങളെപ്പോലെ നിന്റെ സഹോദരന്മാരെ പോലെ എന്നെ പോലെയൊക്കെ ഒരു നല്ല മനുഷ്യനാവണ്ടേ എന്ന് ചോദിക്കുകയാണ്. I was not convinced. I did not believe there was any good to be had in tearing me away from the intimacy of my home and throwing me into this building that stood at the end of the road like some huge high-walled fortress, exceedingly stern and grim.
അപ്പം ഇവനെന്താണ് ഈ ഫാദർ പറഞ്ഞ കാര്യത്തോട് അവൻ ഒട്ട് യോജിക്കാനോ അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാനോ അവന് സാധിച്ചില്ല. കാരണം എന്താണ്, അവന് തീരെ താല്പര്യമില്ല. ഫാദറാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താണ് പറയുന്നത്, ശരിക്കും എന്താണ് തൻ്റെ വീട്ടിലെ ഒരു എന്താണ് ഒരു സ്വന്തം ലോകത്തിൽ നിന്ന് അത്രയും സ്നേഹം, ഇൻറ്റിമസി ഉള്ള ആ സ്ഥലത്ത് നിന്നും എന്നെ ഒരു ബിൽഡിങ്ങിലേക്ക് പറിച്ചു നടുകയാണ്, അല്ലെ, എറിഞ്ഞു കളയുകയാണ്. ത്രോയിങ് മീ ഇൻ ടു ദ ബിൽഡിംഗ്. എവിടെ? റോഡിന്റെ അവസാനത്തായി വളരെ വലിയ വലിയ കോട്ടമതിലൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് എന്നെ എറിയുകയാണ് എന്നവന് തോന്നി. ത്രോയിങ് മീൻസ് അവിടെ നിന്നും അവൻ്റെ വീട്ടിലെ സ്നേഹത്തിൽ നിന്നും ഒക്കെ തന്നെ അവനെ പറിച്ചു മാറ്റി വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അവന് വന്നത്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഗോ ഇൻ ബൈ യുവർ സെൽഫ്, സെഡ് മൈ ഫാദർ, and join them, put a smile on your face and be a good example to others. അപ്പോൾ ഫാദർ ഇങ്ങനെ പറയാണ്. ഫാദറും ഇവനും എവിടെ എത്തി? സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിലെത്തി. അവർ വലിയൊരു നടുമുറ്റം കണ്ടു. വളരെ വാസ്റ്റാണ്, വളരെ വലുതാണ്. അതുപോലെ തന്നെ നിറയെ ബോയ്സും ഗേൾസും ഒക്കെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് കൂട്ടം കൂടി, ക്രാംഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഫാദർ അവിടെ ഗേറ്റിന്റെ അടുത്തെന്ന് പറയാണ്, ഗോ ബൈ യുവർ സെൽഫ്, നീ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകൂ എന്ന് പറയാണ്. അപ്പോൾ ആൻഡ് ജോയിൻ ദം, അവരുടെ കൂടെ ചേര്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, നീ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി നീ എല്ലാവരുടെ അടുത്ത് പോകൂ എന്ന് പറയാണ്. അതിൻ്റെ കൂടെ തന്നെ ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, നീ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയും കൂടി ആകണം എന്ന് ഫാദർ മകനോട് പറയാണ്. I hesitated and clung to his hand, but he gently pushed me from him. Be a man, he said. Today is truly begin life. You will find me waiting for you when it's time to leave. അദ്ദേഹത്തിൻ്റെ കൈ വിട്ട് ആ കൈ മുറുകെ പിടിച്ചിരിക്കുന്ന ഫാദറിൻ്റെ കൈ വിട്ട് അവന് മാറാനായിട്ട് വളരെയധികം മടിച്ചു. അച്ഛൻ്റെ കൈ വിട്ട് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തു, കൈ ഒന്ന് വിടുവിച്ച് അവനോട് സ്കൂളിലേക്ക് കയറി പോകാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബി എ മാൻ, നീ ഒരു പുരുഷനായി ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിരിക്കൂ എന്ന് പറയാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്, ഇനി മുതൽ നിന്റെ ജീവിതം തുടങ്ങുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്, നീ എന്നെ സ്കൂൾ വിടാൻ നേരം ഈ ഗേറ്റിൻ്റെ അടുത്ത് എന്നെ നീ കാണും എന്നും അദ്ദേഹം കുട്ടിയോടായി പറഞ്ഞു. I took a few steps, then stopped and looked but saw nothing. The faces of boys and girls came into view. I did not know a single one of them, and none of them knew me. I felt I was a stranger who had lost his way, but glances of curiosity were directed toward me. And one boy approached and asked, "Who brought you?" "My father," I whispered. "My father's dead," he said quite simply. അങ്ങനെ അവൻ എന്ത് ചെയ്തു? സ്കൂളിലേക്ക് വളരെ പതുക്കെ ഓരോ സ്റ്റെപ്പുകളായി മുന്നോട്ട് വെച്ച് അവൻ സ്കൂളിലേക്ക് എത്തി. പകുതിയിലെത്തി അവൻ നിന്നു. എന്നിട്ട് അവിടെ അവനൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ആകെ കാണുന്നത് കുറെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിലുള്ള ഒരു കുട്ടിയെ പോലും ഇവന് അറിയില്ല. അടുത്തറിയുന്ന കുട്ടികളല്ല, മുമ്പ് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊന്നും തന്നെയല്ല. അങ്ങനെ അവൻ ശരിക്കും ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതൻ, വഴി നഷ്ടപ്പെട്ട ഒരു അപരിചിതനെ പോലെ അവന് തോന്നി. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആരുമില്ലാത്തവനായി അവന് തോന്നി. അങ്ങനെ എല്ലാവരുടെയും ക്യൂരിയോസിറ്റി എല്ലാവരുടെയും ഉള്ളിലും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ ആകാംക്ഷ അവനിലും ഉണ്ടായി. അങ്ങനെ ഒരു ആൺകുട്ടി ഇവൻ്റെ അടുത്ത് വന്ന് ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഹൂ ബ്രോട്ട് യു, നിന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അവൻ മറുപടി കൊടുത്തു, എൻ്റെ അച്ഛനാണ്. അപ്പോൾ മറ്റേ കുട്ടി ഉത്തരം കൊടുക്കുന്നത്, മൈ ഫാദർ ഇസ് ഡെഡ്, ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതാണെന്ന് വളരെ സിമ്പിളായിട്ട് ആ കുട്ടി പറഞ്ഞു. I did not know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men. The men began sorting us into ranks. We were formed into an intricate pattern in the great courtyard, surrounded on the three sides of high buildings of several floors. From each floor, we were overlooked by a long balcony roofed in wood. അങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്തു? ഇവനൊന്നും എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയായി മാറി. അതായത് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതാണെന്ന് കേട്ടപ്പോൾ ഇവനൊന്നും തന്നെ പറയാൻ സാധിച്ചില്ല. അങ്ങനെ സ്കൂളിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്തു. എല്ലാവരും കൂടി ചെറിയ പതുക്കെ ഒരു കരച്ചിലൊക്കെ തുടങ്ങി. കുറെ കുട്ടികൾ എന്ത് ചെയ്തു? ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്, കണ്ണീരിങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നു. അതായത് വളരെയധികം നിലവിളിച്ച് കരയാൻ തുടങ്ങി.
ആ സമയത്ത് ബെല്ലടിച്ചു ഒരു സ്ത്രീ കുറച്ച് പുരുഷന്മാരെയും കൂട്ടി ഈ കുട്ടികളുടെ അടുത്തേക്ക് വരികയാണ്. എന്താണ് ആ ആളുകൾ എന്ത് ചെയ്തു, ഈ കുട്ടികളെ പല റാങ്കുകളിലേക്കായിട്ട് തരംതിരിച്ചു. എന്നിട്ട് എന്താണ് ഈ കോർട്ട്യാർഡിന് മുമ്പിലുള്ള ആ ഹൈ ബിൽഡിങ്ങിൽ പല ഫ്ലോറുകളിലേക്കായിട്ട് അവരെ കൊണ്ടുപോയി. ഓരോ ഫ്ലോറിൽ നിന്നും അവരെന്ത് ചെയ്തു, ആ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. This is your new home, said the woman. Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and religion. Dry your tears and face life joyfully. Okay, അങ്ങനെ ആദ്യം വന്ന ആ സ്ത്രീ ഈ കുട്ടികളോടായിട്ട് പറഞ്ഞു, ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഇവിടെ നിങ്ങൾക്ക് അച്ഛനെയും അമ്മമാരെയും ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷം തരുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ അറിവിന് കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അത് റിലീജിയൻ ആയിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കണ്ണീരുകൾ തുടച്ച് നിങ്ങൾ ജീവിതത്തെ എന്ത് ചെയ്യുക, ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, സന്തോഷത്തോടെ ജീവിതത്തെ മുന്നിലേക്ക് കാണുക, ഇല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു, ഇല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞു. We submitted to the facts, and the submission brought a sort of contentment. Living beings were drawn to other living beings. From the first moments, my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with, so that it seemed my misgivings had no basis. I had never imagined school would have this rich variety. We played all sort of different games, swings, vaulting horse, ball games. In the music room, we chanted our first songs. We also had our first introduction to language. We saw globe of the earth, which revolved and showed the various continents and countries. We started learning numbers. The story of the creator of universe was read to us. We told of his present world and his hereafter, and we heard examples of what he said. We ate delicious food, took a little nap, and walked up to go on with friendship and love, play and learning. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്, എല്ലാവരും പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ കുറേ നേരം അവരുടെ ആ കരച്ചിലും വിഷമത്തിന് ശേഷം അവർ ആ സ്കൂളിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ഈ ബോയ് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. ഇത്രയും സമയം ആയി പറയുന്നത് ഇപ്പോൾ വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് എന്നായി അല്ലേ. അപ്പോൾ അവർ എന്നുള്ള തൻ്റെ കൂടെയുള്ളവർ, തനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അങ്ങനെ ആ സബ്മിഷൻ, അവർക്കുള്ള കീഴ്പ്പെടൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് മാറി. അങ്ങനെ ലിവിങ് ബീങ്സ് വെയർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്, മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അവരെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുറേ ബോയ്സുമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടായി, അതുപോലെ തന്നെ ഗേൾസുമായിട്ട് പ്രണയത്തിലായി, ലവ് റിലേഷൻസ് ഒക്കെ ഉണ്ടായി. അതുപോലെ അവിടെ അവൻ വളരെയധികം എൻജോയ് ചെയ്യാൻ തുടങ്ങി. സ്കൂൾ അവന് ഭയങ്കര ഇത്രയും വെറൈറ്റി കാര്യങ്ങളുള്ള ഒരു സ്കൂളാണ്, ഇല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ വെറൈറ്റി ആണ് എന്ന് അവൻ ആ നിമിഷത്തിലാണ് മനസ്സിലാക്കിയത്. പലതരത്തിലുള്ള ഗെയിംസുകൾ അവൻ സ്കൂളിൽ കളിച്ചു. സ്വിങ്സിൽ ഊഞ്ഞാലുകളിൽ ആടി, അതുപോലെ തന്നെ കളിക്കുന്ന ഹോഴ്സുകളിൽ കളിച്ചു, ബോൾ ഗെയിംസ് കളിച്ചു, മ്യൂസിക് റൂമിൽ പോയി അവർ ആദ്യത്തെ പാട്ട് പാടി, അതുപോലെ ഭാഷ പഠിച്ചു, അങ്ങനെ ഗ്ലോബ് കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും അവർ കാണുകയും അറിയുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ അവരെന്ത് ചെയ്തു, നല്ല ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ നല്ല ഉറങ്ങുകയും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും പ്ലേയിങ്ങും ലേണിങ്ങും ഒക്കെ ആയിട്ട് അവർ സ്കൂൾ വളരെയധികം എൻജോയ് ചെയ്തു. As our path revealed itself to us, however, we did not find it as totally sweet and unclouded as we had presumed. Dust-laden winds and unexpected accidents came about suddenly. We had to be watchful, and very patient. It was not all a matter of playing and fooling around. Rivalries could bring about pain and hatred or give rise to fighting, and while the lady would sometimes smile, she would often scold and scold. Even more frequently, she would resort to physical punishment.
അങ്ങനെ അവരെന്താണ് സ്കൂളിൽ വളരെയധികം എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്കൂൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല സ്കൂൾ. അതെന്താണ് അൺക്ലൗഡി കൂടിയാണ്, ക്ലൗഡ്സ് ഉള്ള ഒരു അവസ്ഥ കൂടിയാണ്. എന്താണ് അവർ വിചാരിച്ചത്ര സ്വീറ്റ് മാത്രമല്ല ബിറ്ററും കൂടിയാണ് സ്കൂൾ എന്നവർ മനസ്സിലാക്കി. അവിടെ എന്തുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞു ഈജിപ്തിലെ കെയ്റോയിലാണ് നടക്കുന്നത്. അപ്പോൾ പൊടിക്കാറ്റ്, ഈ മണൽത്തരികൾ കാറ്റിലൂടെ പൊടിക്കാറ്റായി വരുന്ന സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാറ്റ്, പൊടിക്കാറ്റ് എന്ത് ചെയ്യും, സ്കൂളിലേക്ക് അടിച്ചു കയറും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്സിഡൻറ്റുകളും നടക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് വളരെയധികം വാച്ച്ഫുൾ, വളരെ ശ്രദ്ധയോടുകൂടി എന്തിനും റെഡിയായിരിക്കണം, വളരെ ക്ഷമയോടുകൂടി ഇരിക്കണം എന്നും കൂടി അവൻ പഠിക്കുകയുണ്ടായി. അതുമാത്രമല്ല സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ കളിക്കൽ മാത്രമല്ല, പകരം എന്തുണ്ട് അവിടെ റിവൽറീസ്, എന്താണ് ശത്രുത ഉണ്ടാവാനും വഴക്കുകൾ ഉണ്ടാവാനും പരസ്പരം വെറുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാനും ഫൈറ്റുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് അവൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ സ്ത്രീ ആദ്യം വന്ന് ഇവരെന്താണ് കാറ്റഗറൈസ് ചെയ്ത ആ സ്ത്രീ പല സമയത്തും എന്താണ് ചിരിക്കുക മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ വഴക്ക് പറയുകയും ഫിസിക്കൽ പണിഷ്മെൻറ്റ്, അതായത് കുട്ടികളെ അടിക്കുക പോലെയുള്ള കാര്യങ്ങളും ടീച്ചർ ചെയ്യുമായിരുന്നു. In addition, the time for changing one's mind was over and gone, and there was no question of ever returning to the paradise of home. Nothing lay ahead of us but exertion, struggle and perseverance. Those who were unable to took advantage of the opportunity for success and happiness that presented themselves amid the worries. എന്താണ്, അപ്പോൾ ഒരാളുടെ മൈൻഡാണ് എന്ത് തീരുമാനിക്കുന്നത്, അയാൾ എന്താവണം എന്ന് തീരുമാനിക്കുന്നത്. തിരിച്ച് നമുക്കൊരു പോക്ക് എങ്ങോട്ടേക്കില്ല, നമ്മുടെ വീടാകുന്ന ഒരു ലോകത്തേക്കില്ല, അല്ലേ? നമ്മൾ വളർന്ന ആ സാഹചര്യത്തിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ് നമ്മുടെ കഷ്ടപ്പാടും സ്ട്രഗിളും പെർസിവറൻസും സ്ഥിരോത്സാഹവും കാരണമൊക്കെയാണ്. അപ്പോൾ അതാണ് മുന്നിൽ നിൽക്കുന്നത്. അത് അവിടെ വറീസിന് വലിയ ഇതില്ല. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കുക എന്ന കാര്യം മാത്രമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. The bell rang, announcing the passing of the day and end of the work. The throngs of children rushed toward the gate, which was opened again. I bade farewell to my friends and sweethearts and passed through the gate. I peered around but found no traces of my father, who had promised to be there. I stepped aside to wait. When I had waited for a long time without avail, I decided to return home on my own. After I had taken a few steps, a middle-aged man passed by, and I realized at once that I knew him. He came toward me, smiling, and shook my hand, saying, "It's a long time since we last met. How are you?" With a nod of my head, I agreed with him, and in turn asked, "And you, how are you?" എന്താണ്, അങ്ങനെ സ്കൂള് വിടാൻ നേരായി. ബെല്ലടിച്ചു. കുട്ടികളൊക്കെ എന്താണ് കൂട്ടത്തോടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഗേറ്റ് തുറന്നു. കുട്ടികളൊക്കെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഇവൻ്റെ ഫാദർ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവൻ എന്ത് ചെയ്യാണ്, കുറേ നേരം തൻ്റെ അച്ഛനെയും കാത്ത് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഫാദർ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെ അവൻ എന്ത് തീരുമാനിക്കുകയാണ്, ഒറ്റക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അവനൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മധ്യവയസ്കനെ കാണുകയാണ്. അദ്ദേഹത്തെ ഈ കുട്ടിക്ക് കണ്ടു പരിചയമുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയില്ല. അങ്ങനെ അദ്ദേഹം വന്ന ഉടനെ ഹൗ ആർ യു, എന്താണ്, ഇറ്റ്സ് എ സിൻസ് ലോങ് ടൈം വി മെറ്റ്, നമ്മൾ കാണാതെ കുറേ നാളായല്ലോ, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും തലയാട്ടിക്കൊണ്ട് സുഖമാണ് എന്ന് കാണിക്കുന്നു. എന്നിട്ട് തിരിച്ച് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. As you can see, not all that good Almighty be praised. കാണുമ്പോൾ തന്നെ അറിയാലോ, അത്ര നന്നായിട്ടൊന്നും എല്ലാ കാര്യങ്ങളും പോകുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നു എന്നും പറഞ്ഞു. Again he shook by the hand and went off. I proceeded a few steps, then came to startled halt. Good Lord, where was the street lined up with gardens? Where had it disappeared to? When did all these vehicles invade it, and when did the whole hordes of humanity come to rest upon its surface? How did these hills of refuse come to cover its sides, and where were the fields that bordered it? High buildings had taken over, the streets surged with children and disturbing noises and shook air.
The various points of stood conjurers showing off their tricks and making snakes appear from the basket. Then there was a band announcing opening of circus with clowns and weightlifters walking in front. A line of truck carrying central security troops crawled majestically by. The siren of fire engine shrieked, and it was not clear how vehicle would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. Good God, I was in daze. My head spun. I almost went crazy. How could all this have happened in a half a day? Between early morning and sunset, I would find the answer at home with my father. But where was my home? I could see the tall buildings and hordes of people. I hastened on the crossroads between the gardens and Abu Khoda. I had to cross Abu Khoda to reach my house, but the stream of cars would not let up. The fire engine siren was shrieking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. He stretched out his arm and said gallantly, Grandpa, let me take you across. അതിനുള്ള മറുപടിയാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അദ്ദേഹം എന്താണ്, കൈയൊക്കെ കുലുക്കി യാത്ര പറഞ്ഞ് പോവാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവർ കൈകൾ പരസ്പരം ഷെയ്ക്ക് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ഈ ബോയ് എന്ത് ചെയ്യാണ്, മുന്നിലേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, എ സ്റ്റാർട്ടിൽഡ് ഹോൾട്ട്, പെട്ടെന്ന് എന്തോ കണ്ട് ഭയപ്പെട്ട പോലെ അവനവിടെ നിൽക്കുകയാണ്. ഗുഡ് ലോർഡ്, ദൈവമേ, ഓർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്, ഇവിടെ ഗാർഡൻസ് കൊണ്ട് നിറഞ്ഞിരുന്ന, അല്ലെങ്കിൽ രണ്ട് ഭാഗം പൂക്കളും പിടിപ്പിച്ചിരുന്ന ആ സ്ട്രീറ്റ് ഇപ്പോൾ എവിടെ? അതുപോലെ വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, ഇതൊക്കെ എങ്ങോട്ട് പോയി? അതായത് ഇവൻ സ്കൂളിലേക്ക് വരുമ്പോൾ കണ്ട ആ ഗാർഡനും ആ വഴികളും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. വൈ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ്, റോഡ് മൊത്തം ഇപ്പോൾ വാഹനങ്ങളാണ്. അപ്പം എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞത്? ആരാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാണ് അവ ആക്രമിച്ച് കയറിയത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു റെസ്റ്റ് അപ്പോൺ ഇറ്റ്സ് സർഫസ്, എപ്പോഴാണ് ഇത്രയും വലിയ ജനത ഈ റോഡിന് മുകളിലായിട്ട്, ഇല്ലെങ്കിൽ ഈ തെരുവ് മൊത്തം നിറഞ്ഞത്? ജനത മീൻസ് ഹോഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആൾക്കൂട്ടം അല്ലെങ്കിൽ മനുഷ്യക്കൂട്ടം. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് ടു കവർ ഇറ്റ് സൈഡ്സ് എന്നാണ്. എന്നിട്ട് അടുത്ത ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ മലകൾ ഇങ്ങനെ ആയത്? അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഫീൽഡ്സ് എവിടെ പോയി? അതുപോലെ ഹൈ ബിൽഡിങ്സ്, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ആ റോഡിൻ്റെ രണ്ട് സൈഡായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വന്നത് എന്നവൻ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ചോദിക്കുകയാണ്. റോഡ് മുഴുവൻ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതുപോലെ ഡിസ്റ്റർബിങ് നോയ്സസ്, വാഹനങ്ങളുടെ ഹോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം നോയ്സി ആയിട്ട് അവിടുത്തെ വായു, എയർ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആളുകളും വാഹനങ്ങളും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ആ റോഡുകളിലൂടെ പോകുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് റോഡിലൂടെ ഒരു ബാൻഡ് അനൗൺസ് ചെയ്ത് പോകുന്നത് ഇവൻ കണ്ടത്. അതെന്ന് പറയുന്നത് ഒരു സർക്കസിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഒരു വെയ്റ്റ് ലിഫ്റ്റർ അതുപോലെ ഒരു ജോക്കറൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ബാൻഡൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സർക്കസിൻ്റെ അനൗൺസ്മെൻറ്റ് പറയുകയാണ്. ഇതിൻ്റെ പുറകിലായിട്ട് ഇവരുടെ ഒരു വലിയ ട്രൂപ്പ് ഓഫ് വെഹിക്കിൾസ് തന്നെ, ഒരുപാട് വാഹനങ്ങൾ ഈ സർക്കസിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇവരുടെ പുറകിലായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ ഒരു മെജസ്റ്റിക്കലി, ഒരു രാജകീയമായാണ് അവരുടെ യാത്ര. ആ സമയത്താണ് ഒരു ഫയർ ട്രക്കിൻ്റെ അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ്റെ സൈറൺ മുഴങ്ങുന്നത് കേൾക്കുന്നത്. മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ ഇതിനെ പോയി തീ അണക്കാൻ സാധിക്കുമോ എന്ന് ഓദർ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് ഒരു ടാക്സിയിലുണ്ടായിരുന്ന ടാക്സി ഡ്രൈവറും പാസഞ്ചറിൻ്റെ വൈഫ് എന്ത് ചെയ്യാണ്, അവിടെ വഴക്കുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ ടാക്സി ഡ്രൈവർ ആൻഡ് ദ പാസഞ്ചേഴ്സ് വൈഫ്. ആ ടാക്സിയുടെ ഡ്രൈവറും അതുപോലെ തന്നെ പാസഞ്ചറിൻ്റെ വൈഫും കൂടി അവിടെ ഒരു ബാറ്റിൽ, ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. പക്ഷെ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ആരും തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരവും കൊടുക്കുന്നില്ല. ദൈവമേ,
ഐ വാസ് ഇൻ എ ഡേയ്സ്. എന്താണ്, ഇവനാകെ മൊത്തം കൺഫ്യൂസ്ഡായി, ഇവൻ്റെ തലയൊക്കെ കറങ്ങാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്താണ്, അവൻ ശരിക്കും ഒരു ക്രേസി ആയിട്ട് എന്താണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവൻ മാറിപ്പോയി. അതിനുശേഷം ഒരു ഹാഫ് എ ഡേ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചത്, ഒരു സൂര്യോദയത്തിനും അസ്തമയത്തിനും ഇടയിൽ എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ മാറിയത് എന്നവനിങ്ങനെ സ്വയം ചോദ്യം ചോദിക്കുകയാണ്. അവന് എന്താണ് പെട്ടെന്ന് തന്നെ ആ ഗാർഡൻസിൻ്റെ ഇടയിലെയും അതേപോലെ അബൂ ഖോഡ എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തെരുവിൻ്റെയും കൂടി വഴിയിലൂടെ നടന്നാൽ മാത്രമേ അവൻ്റെ വീട്ടിലെത്തുകയുള്ളൂ. അതുകൊണ്ട് അവൻ ആ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ആ സമയത്തും ഫയർ എഞ്ചിൻ്റെ ശബ്ദം ഫുൾ പിച്ചിൽ തന്നെ അവിടെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ബ്ലോക്കിൻ്റെ ഇടയിൽപ്പെട്ട് വളരെ ഒരു സ്നെയിൽ പേസ് എന്ന് വെച്ചാൽ ഒരു ഒച്ചിൻ്റെ വേഗതയിലാണ് ആ വാഹനം മുന്നോട്ടേക്ക് പോകുന്നുള്ളത്. കാറുകളും ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ അതിൻ്റെ ആ വണ്ടിയുടെ വാഹനയാത്ര തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവൻ അതിൻ്റെ കൂടെ തന്നെ പറയാണ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എന്താണ്, ആ ഫയർ അണയ്ക്കാൻ പോകുന്ന ആ ഫയർ എഞ്ചിൻ അത് അണച്ചുകൊണ്ട് അതിനെന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യട്ടെ, ഞാനിവിടെ കാത്തു നിന്നോളാം എന്നവൻ പറയാണ്. അതായത് ആ ഫയർ എഞ്ചിൻ പോയ ശേഷം പോവാം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ എന്താണ്, കുറേ നേരം അവൻ എന്താണ് അവിടെ നിന്ന് ആകെ മൊത്തം ഇറിറ്റേറ്റഡായി മാത്രമല്ല അവന് റോഡ് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് അവനിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കുറേ നേരം അവൻ അവിടെ നിന്നു. അപ്പോഴാണ് ഒരു ചെറിയ കുട്ടി വന്ന് ഇവൻ്റെ കൈ പിടിച്ച് എന്ത് ചെയ്യുന്നത്, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ് എന്ന് പറയുന്നത്. അതായത് അവസാനമായി ആ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന കുട്ടി ആരാണ്, ഒരു വലിയ മനുഷ്യനായ ഒരു ഗ്രാൻഡ്പ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി അങ്ങോട്ടേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സൺസെറ്റ് മുതൽ ഈവനിങ് വരെയുള്ള സമയത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇന്നസെൻ്റ് ടൈം അല്ലേ, വളരെയധികം നിഷ്കളങ്കരായിരിക്കുന്ന പ്രായം. പിന്നീട് ലേണിംഗ് ആണ് അല്ലേ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനം ഡിപ്പെൻഡൻസ്, മറ്റൊരാളെ ആശ്രയിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വളർച്ച മൊത്തം നമുക്കൊരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് ഓഥർ പരിചയപ്പെടുത്തി തരികയാണ്. ഓക്കെ, ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അതിൽ നിന്നാണ് വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. അവന് ഗാർഡൻസും അതൊക്കെയാണ് അവൻ കണ്ടിരുന്നത്. അവൻ ഒട്ടും ഇഷ്ടത്തോടെയല്ല സ്കൂളിലേക്ക് പോയത്. അവൻ്റെ വീട്ടിലിരിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ പിന്നീട് എന്തുണ്ടായി, അവൻ്റെ പാരൻസ് നിർബന്ധിച്ച് അവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. അവിടെ വെച്ച് അവൻ പല കാര്യങ്ങളും പഠിക്കുന്നു. അവൻ്റെ ജീവിതത്തിലെ പല ലേണിങ്സും അവൻ നേടുന്നത് അവിടെയാണ്. അങ്ങനെ അതിൽ നിന്നും എന്താണ് പോവുകയാണ്, തിരിച്ച് ആ എക്സ്പീരിയൻസ് എന്നൊക്കെ പഠിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡിൽ തനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോകം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ തനിക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ റോഡ് പോലും ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. താങ്ക് യു.